വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن يوما عند ربك كألف سنة مما تعدون. صدق الله العلي العظيم. ഏറെ ബഹുമാനവും ആദരവും അതിലേറെ സ്നേഹവും നിറഞ്ഞ പഠിതാക്കളെ, ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം കേൾക്കുന്നതുമെല്ലാം അല്ലാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം മോറിസ് ബുക്കായുമായി ബന്ധപ്പെട്ട് ഖുർആനിനൊരാമുഖം, ഖുർആനിലെ ചില വിഷയങ്ങൾ നാം മനസ്സിലാക്കി. അങ്ങനെ തുടങ്ങി ഇന്ന് നാം മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് മോറിസ് ബുക്കായിയുടെ വിശ്വവിഖ്യാതമായ തൻ്റെ ഗ്രന്ഥം ദി ബൈബിൾ, ദി ഖുർആൻ ആൻഡ് സയൻസ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധമായൊരു ഗ്രന്ഥം. ആ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്ന് നാം സംസാരിക്കാനിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ ഗ്രന്ഥത്തിൻ്റെ തുടക്കഭാഗത്ത് അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ ഇൻട്രൊഡക്ഷനായി അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ആമുഖത്തിൽ അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം ഖുർആൻ യഥാർത്ഥത്തിൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് യാതൊരു വിയോജിപ്പുമില്ല എന്ന ഒരു പ്രസ്താവന അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതായത് ഖുർആനിൽ ശാസ്ത്രത്തിനെതിരായ ഒരു വാദഗതിയുമില്ല എന്ന് അദ്ദേഹം സ്ഥിരപ്പെടുത്തുകയാണ്. പക്ഷെ അതേസമയം അദ്ദേഹം മറ്റു പല വിഷയങ്ങളും പറയുന്നുണ്ട്. മറ്റു ഗ്രന്ഥങ്ങളെല്ലാം, ഖുർആനിന് മുമ്പിറങ്ങിയ ഏടുകൾ, അവയിൽ പലതും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എതിരാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തതുപോലെ ആദിമ മനുഷ്യനെ പടച്ചത് ഏതാണ്ട് BC 4004 എന്നെല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അങ്ങനെ അതിലുള്ള ചില കേടുപാടുകളെല്ലാം അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഈ തൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഒരു വിഷയമെന്നത് ഖുർആൻ ശാസ്ത്രവുമായി ഒരു നിലക്കും ഖുർആൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നില്ല എന്നതാണ്. രണ്ടാമതായി അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു വാദഗതി, പാശ്ചാത്യ ലോകമെന്നത് ഖുർആനിനെ അങ്ങേയറ്റം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മകഥയാണ് എന്നുപോലും പാശ്ചാത്യ ലോകം വിളിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തതായി അദ്ദേഹം കാണുന്നത് ഖുർആനിൻ്റെ ക്രോഡീകരണമാണ്. അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തിയ ഒരു വിഷയം അദ്ദേഹം പറയുന്നുണ്ട്. ഖുർആനിൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഖുർആൻ ക്രോഡീകരിച്ചത്? ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ടവർ എന്നത് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വളരെ കാലം മുമ്പ് തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി എഴുത്തുകാരനായിരുന്നു ബഹുമാനപ്പെട്ടവർ. മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു തൻ്റെ മുസ്തദറക്കിൽ ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് 3 ഘട്ടങ്ങളിലാണ് ഖുർആൻ ക്രോഡീകരിച്ചത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. ആ 3 ഘട്ടങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നത് ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് ഖുർആൻ വഹിയായി ഇറങ്ങുന്ന സമയത്ത് കല്ലിലും ഈന്തപ്പന തടികളിലും മറ്റു പല സ്ഥലങ്ങളിലുമായി ഖുർആൻ പലയിടങ്ങളിലായി പല തവണകളിലായി ഖുർആൻ എഴുതപ്പെട്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ക്രോഡീകരണം. എന്നാൽ രണ്ടാമത്തെ ഒരു ഘട്ടം അദ്ദേഹം പറയുന്നുണ്ട്, അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഹദീസ് കാണാം. ബഹുമാനപ്പെട്ടവർ പറയാണ്, യമാമ യുദ്ധം നടക്കുന്ന സമയത്ത് മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചകത്വം വാദിച്ചു വന്ന ഒരാൾ പ്രവാചകന്റെ കാലശേഷം താനൊരു പ്രവാചകനാണ് എന്ന് വാദിക്കുകയും ആ മുസൈലിമത്തുൽ കദ്ദാബുമായി ബന്ധപ്പെട്ട്
ഒരു യുദ്ധം നടക്കുകയുണ്ടായി. യമാമയിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ വധിക്കുകയാണ്. നമുക്കറിയാം, വഹ്ശിയാണ് മുസൈലിമയെ തൻ്റെ ചാട്ടുളി കൊണ്ട് കൊല്ലുന്നത്. അങ്ങനെ തുടങ്ങിയ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അന്നൊരുപാട് ആ യുദ്ധത്തിൽ ഒരുപാട് ഹാഫിലിങ്ങൾ മരണപ്പെടുകയുണ്ടായി. ഈ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയാണ്, ബഹുമാനപ്പെട്ടവർ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ അരികിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരുപാട് മുസ്ലിമീങ്ങൾ, ഒരുപാട് ഖുർആൻ ഹൃദ്യസ്ഥരാക്കിയ ഒരുപാട് ഹാഫിളീങ്ങൾ, ഖാരിഈങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇതൊരു പക്ഷേ വരുന്ന തലമുറകൾക്കൊരു പ്രയാസമായേക്കാം. ഖുർആൻ സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ട് ഇതൊരു വെല്ലുവിളിയായേക്കാമെന്ന് ബഹുമാനപ്പെട്ടവരോട് പറയാണ്. ഇതേ സമയം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതേ സമയം ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമുണ്ട്. എന്നാൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആശങ്കാകുലനാവുകയാണ്. എങ്ങനെയാണ് ഞാൻ ഖുർആൻ ക്രോഡീകരിക്കുക? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത ഒന്ന് ഞാൻ എങ്ങനെയാണ് നടത്തുക? പക്ഷേ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ധരിപ്പിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖുർആൻ ക്രോഡീകരിക്കുകയാണ്. പിന്നീട് പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയുമാണ് ഈ വിഷയത്തിന് ഏൽപ്പിച്ചത്. രണ്ടുപേരോടും മഹാനവറുകൾ കൽപ്പിച്ചു, ഒരിക്കലും രണ്ട് സാക്ഷികളില്ലാതെ നിങ്ങൾ ഖുർആൻ ഒരിക്കലും ഒരാളുടെ പക്കൽ നിന്നും സ്വീകരിക്കരുത്. പിന്നീട് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത്, ഒരു സാക്ഷി എന്നത് രണ്ട് പേരെ കൊണ്ടുവന്ന് സാക്ഷി നിർത്തുക എന്നല്ല, മറിച്ച് ഒരാൾ തന്നെ രണ്ട് സാക്ഷിയാകുന്ന ഒരു രീതിയാണ്. എങ്ങനെയാണ് ഒരാൾ തന്നെ രണ്ട് സാക്ഷികളാകുന്നത്? ഒരേ സമയം ഖുർആൻ ഹൃദ്യസ്ഥനാക്കിയ ഒരാൾ ഹൃദ്യസ്ഥനാക്കിയിരിക്കണം, അതുപോലെ തന്നെ തൻ്റെ കയ്യിൽ രേഖയുമുണ്ടായിരിക്കണം. ഇതാണ് രണ്ട് സാക്ഷികൾ എന്നത്. എന്നിൽ വേറെയും അഭിപ്രായങ്ങളുണ്ട്. രണ്ട് സാക്ഷികളെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞത് എന്നും അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഖുർആൻ ഹൃദ്യസ്ഥമാക്കുക, അതുപോലെ തന്നെ ഖുർആൻ രേഖ കയ്യിൽ സൂക്ഷിക്കുക എന്നതാണ്. ഇത് പിന്നീട് മോറിസ് ബുക്കായി തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത്രയും മനോഹരമായിട്ടാണ് ഖുർആൻ ക്രോഡീകരിക്കുന്നത്. കാരണം മെമ്മറൈസേഷനും അവിടെയുണ്ട്, അതുപോലെ തന്നെ റൈറ്റിങ്ങും ഉണ്ട്. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും അവിടെ ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അങ്ങനെ ഖുർആൻ ക്രോഡീകരണം നടക്കുകയാണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആൻ ക്രോഡീകരിച്ചു, പക്ഷേ അവസാന ഭാഗം എത്തുന്ന സമയത്ത് ഖുർആനിൽ തൗബ സൂറത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് ലഭിച്ചില്ല. ആരുടെ പക്കൽ നിന്നും ലഭിച്ചില്ല. പലരുടെയും കയ്യിലുണ്ട്, പക്ഷേ അവരെല്ലാം രണ്ട് സാക്ഷികളില്ലാത്തവരാണ്. പലരും ഹൃദ്യസ്ഥമാക്കിയവരാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽമുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന ഈ ഒരു ഭാഗം അവർക്ക് ഒരാളുടെ കയ്യിൽ നിന്നും ലഭിച്ചില്ല. രണ്ട് രേഖകളുള്ള ഒരാളുടെ കയ്യിൽ നിന്നും ലഭിച്ചില്ല. അവസാനം അത് ലഭിച്ചത് മഹാനായ അബൂ ഹുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ പക്കൽ നിന്നാണ് ഈ ഒരു ആയത്ത് ലഭിച്ചത് എന്ന് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഇതാണ് ഖുർആന്റെ രണ്ടാം ക്രോഡീകരണ ഘട്ടം. എന്നാൽ ഖുർആനിന് മൂന്നാമതൊരു ഘട്ടവും കൂടിയുണ്ട്. മഹാനായ ഹാക്കിം റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. മൂന്നാം ഘട്ടം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. മഹാന്റെ ഭരണകാലത്ത് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു സിറിയയിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അർമീനയും അതുപോലെ അസർബൈജാനും കീഴടക്കുന്ന ഒരു സമയത്ത് സിറിയയിൽ നിന്നും മഹാനായ ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. മഹാനവറുകളുടെ കടന്നുവരവിൻ്റെ ഉദ്ദേശമെന്നത് ഖുർആനിൽ ഒരുപാട് വൈവിധ്യങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്ന് മഹാനവറുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അന്നത്തെ ഭരണകർത്താവാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകളോട് ഈ വിഷയങ്ങളെല്ലാം സൂചിപ്പിക്കുകയാണ്. കാര്യഗൗരവങ്ങൾ മനസ്സിലാക്കിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ഹഫ്സ ബീവിയുടെ അരികിലേക്ക് ഓടുകയാണ്. ഹഫ്സ ബീവിയുടെ അരികിലേക്ക് ഓടാനും ഒരു കാരണമുണ്ട്. ഖുർആൻ ക്രോഡീകരിച്ച് ആദ്യമായത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അത് കൈമാറി. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രിയും പ്രവാചകൻ്റെ
പത്നിയുമായ മഹദി ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ പക്കലായിരുന്നു ഈ ഒരു ഏട് സൂക്ഷിച്ചിരുന്നത്. മഹാനവറുകൾ ചെന്ന് ഹഫ്സ ബീവിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങുകയാണ്. കാര്യത്തിൻ്റെ ഗൗരവങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്ത് ആ പതിപ്പ് വാങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു 4 അംഗ സംഘത്തെ വിളിച്ചു കൂട്ടിയിരുത്തുകയാണ്. ആ കൂട്ടത്തിൽ മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്, സയ്യിദ് ബിൻ അൽ-ആസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹും ആ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ 4 പേരെയും കൂട്ടി ഒരു മീറ്റിംഗ് അവിടെ നടക്കുകയാണ്. ഇങ്ങനെ ഖുർആൻ ഏത് അധ്യായം ആദ്യം ചേർക്കണം, എങ്ങനെ ചേർക്കണം, ഏത് രീതിയിലാക്കണം, ഓർഡർ ഏത് രീതിയിൽ കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്ന് ഖുർആൻ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുകയാണ്. പിന്നീട് ഏതാണ്ട് ഹിജറ 25 സമയത്ത് തന്നെ ഖുർആൻ്റെ ഒരു പൂർണ്ണമായി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. പിന്നീട് അതിൻ്റെ പതിപ്പുകൾ പല നാടുകളിലേക്കായി എത്തിക്കുകയാണ്. അതിലും പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നുണ്ട്, മക്ക, സിറിയ, യമൻ, ബഹ്റൈൻ, ബസറ, കൂഫ എന്നിവിടങ്ങളിലേക്കായി 6 പതിപ്പുകൾ നൽകി. അതുപോലെ മദീനയിലൊന്ന് സൂക്ഷിക്കുകയും ചെയ്തു. ഏതായാലും പ്രബലമായ അഭിപ്രായം എന്നത് 5 പതിപ്പുകളാണ് അന്ന് പുറത്തിറക്കിയത് എന്നാണ്. ഇതാണ് ഖുർആനിൻ്റെ മൂന്നാമതൊരു ഭാഗം എന്നത്. ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് മൂന്നാമതൊരു ഭാഗം. സഹോദരങ്ങളെ, ഇങ്ങനെ ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിൽ വളരെ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും മൂന്നാമതൊരു കാര്യം അദ്ദേഹം പറയുകയാണ്, 8-ാം നൂറ്റാണ്ടിൻ്റെയും 12-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലുണ്ടായിരുന്ന ഇസ്ലാമിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്നത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ കടന്നു വന്നിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിനിടയിലായിട്ട് തന്നെ. നമുക്ക് ചെറുതായൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ജാബിർ ബിൻ ഹയ്യാൻ എന്നത് ഫാദർ ഓഫ് ഏർലി കെമിസ്ട്രി എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയപ്പെടുന്നത്. അദ്ദേഹം ഏതാണ്ട് 721 815 ഇടയിലുള്ള ഒരാളാണ് അദ്ദേഹം ഇറാനാണ് അദ്ദേഹത്തിൻ്റെ നാട്. ബഹുമാനപ്പെട്ട ജാബിർ ബിൻ ഹയ്യാൻ എന്ന മനുഷ്യൻ, അദ്ദേഹം ആദ്യകാല രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ 780 മുതൽ 850 കാലഘട്ടത്തിൽ ജീവിച്ച മുഹമ്മദ് ബിൻ മൂസ അൽ ഖവാരിസ്മി എന്ന മനുഷ്യനെ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു കിതാബുണ്ട്, അൽ കിതാബുൽ മുഖ്തസർ ഫി ഹിസാബിൽ ജബ്രി വൽ മുഖാബല. ഈ അൽ ജബ്രി എന്നതിൽ നിന്നാണ് ഓൾജിബ്ര എന്ന ഒരു രീതി ഗണിതശാസ്ത്രത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഏതാണ്ട് 820 അദ്ദേഹം ഈ ഒരു കിതാബ് ഇറക്കുന്നത്. പിന്നീട് കടന്നു വരുന്ന ഒരാളാണ് അബുർ റിഹാൻ മുഹമ്മദ് ബിൻ അഹ്മദ് അൽ ബിറൂനി എന്ന അദ്ദേഹം. അൽ ബിറൂനി എന്ന് പലപ്പോഴും പല ഇടങ്ങളിലായി നാം ഏവരും കേട്ടുപരിചയമുള്ളവരാണ്. 943 മുതൽ 1048 കാലഘട്ടത്തിനിടയിലുള്ള ആളാണ് അൽ ബിറൂനി. അദ്ദേഹം ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. അതുപോലെ അദ്ദേഹം ജ്യോതിശാസ്ത്രവും ഗണിതവും ഭൂമിശാസ്ത്രവും ഭൗതികശാസ്ത്രവും ചരിത്രവും ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളെല്ലാം വളരെയധികം ഈ വിഷയങ്ങളിലെല്ലാം അവഗാഹം നേടിയ വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരുപാട് ചരിത്ര വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചില ഗ്രന്ഥങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഹിന്ദ് എന്ന ഒരു ഗ്രന്ഥമുണ്ട്. ദി ബുക്ക് ഓഫ് ഇന്ത്യ എന്നൊരു ഗ്രന്ഥം അദ്ദേഹത്തിനുണ്ട്. ആ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഇന്ത്യയിലേക്ക് കടന്നു വന്ന് ഇന്ത്യയിലുള്ള സംസ്കാരങ്ങളും മറ്റു മതപരമായ പല വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പലരും ഇന്ന് ചില എവിഡൻസുകൾക്കൊക്കെയായി ആ പുസ്തകങ്ങളും എടുക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഇങ്ങനെ തുടങ്ങി അദ്ദേഹം 140ഓളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അടുത്തതായി നോക്കുകയാണെങ്കിൽ അബു അലി അൽ ഹുസൈൻ ഇബ്നു അബ്ദുല്ല ഇബ്നു സീന എന്നാണ്. ഇബ്നു സീന എന്നത് 980 1037 ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. അദ്ദേഹം അവഗാഹം നേടിയ വിഷയങ്ങൾ എന്നത് വൈദ്യശാസ്ത്രവും തത്വചിന്തയും അതുപോലെ ഗണിതവും ജ്യോതിശാസ്ത്രവും ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളെല്ലാം തൻ്റെ അവഗാഹം അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. തൻ്റെ പ്രാവീണ്യത അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം ഇറക്കുന്നുണ്ട്. ഏതാണ്ട് അദ്ദേഹം
പല പുസ്തകങ്ങളും 450ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അതിൽ 250ഓളം ഇന്ന് നിലവിൽ ലഭ്യമായ ഗ്രന്ഥങ്ങളുമുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്, ദി കാനൻ ഓഫ് മെഡിസിൻ എന്ന അദ്ദേഹത്തിൻ്റെ അൽ ഖാനൂനു ഫി തിബ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. അത് ഏതാണ്ട് 1027 1025 ആ ഗ്രന്ഥം ഇറങ്ങുന്നത്. ഈ ഒരു ഗ്രന്ഥം തന്നെ പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട് പല രീതിയിൽ അത് പലയിടങ്ങളിലേക്കായി അത് പ്രചരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗ്രന്ഥം തന്നെ യൂറോപ്പിൽ നിരവധി സർവകലാശാലകളിൽ ഏകദേശം 600 വർഷത്തോളം, അതായത് ഏതാണ്ട് 6 നൂറ്റാണ്ട് കാലത്തോളം അത് പ്രചാരത്തിലുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയങ്ങളാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ തുടങ്ങി അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങളുമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഇനി അദ്ദേഹം നേരെ ഒരു ആകാശവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട 6 പീരിയഡ്സ് എന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറുകയാണ് തൻ്റെ പുസ്തകത്തെ. എന്താണ് 6 പീരിയഡ്സ് എന്നത്? അതായത് സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ശാസ്ത്ര നിഗമന പ്രകാരം 6 ഘട്ടങ്ങളിലായാണ് സൃഷ്ടിപ്പ് നടക്കുന്നത്. അത് ഖുർആനും അത് വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്. ഈ ഒരു വിഷയം പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കാരണം ഖുർആൻ അല്ലാത്ത മറ്റു ഏടുകൾ ബൈബിളിലും മറ്റുമൊക്കെയായി അദ്ദേഹം ഒരു കാര്യം പ്രസ്താവിക്കുകയാണ്. അവരുടെ വാദപ്രകാരം 6 ദിവസങ്ങളിലായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പിന്നീട് 7-ാം ദിവസം ദൈവം റാഹത്തെടുത്തു അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തു എന്നെല്ലാം കാണാം. ഏതായാലും അതിന് നേരെ ആ ഒരു വാദത്തെ തന്നെ എതിർത്തുകൊണ്ടാണ് ഖുർആൻ ഇറങ്ങുന്നത്. വലഖദ് ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. വമാ മസ്സനാ മിൻ ലുഗൂബ്, പടച്ചവന് ഒരു പ്രയാസവും അള്ളാഹ്ക്ക് ഉണ്ടായിട്ടില്ല. അള്ളാഹ്ക്ക് ഒരു വിശ്രമം എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് ഖുർആൻ പറയാണ്. അത് അവർക്കൊരു എതിരായിട്ടാണ് ഖുർആൻ പറയുന്നത്. എന്നാലും ഇവിടെ വേറൊരു വിഷയം നോക്കേണ്ടത് ഒമാ ബൈനഹുമാ ഫീ 6 അയ്യാമിൻ, 6 ദിവസങ്ങളിലായിട്ടാണ് എന്നാണ് പലപ്പോഴും അർത്ഥം വെക്കുന്നത്. പല തഫ്സീറുകളും ഈ രീതിയിൽ തന്നെയാണ് ആ വിഷയത്തെ വിശദീകരിച്ചിട്ടുമുള്ളത്. എന്നാൽ ഇബ്നു കസീർ റഹിമഹുല്ല അവിടെ ഒരു വിഷയം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ അയ്യാം യൗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ നാടുകളിലെല്ലാം പറയുന്ന 24 മണിക്കൂറുകൾ ഉൾക്കൊള്ളുന്ന ഒരു ദിവസം എന്നല്ല, മറിച്ച് 1000 വർഷങ്ങളെക്കാൾ ദൈർഘ്യമുള്ള ഒരു കാര്യത്തെയാണ് ഒരു ദിവസം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല വിശദീകരിക്കുന്നത് കാണാം. ഏതായാലും അതിന് ചില ഹദീസുകളും ബഹുമാനപ്പെട്ടവർ കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഷെയ്ഖ് മുഹമ്മദ് തൊന്താവി റഹിമഹുല്ല തൻ്റെ തഫ്സീറുൽ ജവാഹിറിൽ ഇതേ വിഷയം അദ്ദേഹം പറയുന്നുണ്ട്. അവിടെ ഉദ്ദേശിച്ചത് 6 ഘട്ടങ്ങളിലായി ഖുർആൻ ഇറക്കിയെന്നാണ്, മറിച്ച് 6 ഘട്ടങ്ങളിലായി പ്രപഞ്ചത്തെ അല്ലാഹ് സൃഷ്ടിച്ചു എന്നാണ്, മറിച്ച് 6 ദിവസങ്ങളിലായി ഇറക്കിയെന്നല്ല ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും മഹാനായ സുമൈർ ഇബ്നു നഹാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, യദ്ഖുലുൽ ജന്നത ഫുഖറാഉൽ മുസ്ലിമീന ഖബ്ലൽ അഗ്നിയാഇ ബിമിഖ്ദാരി നിസ്ഫി യൗമിൻ. ബഹുമാനപ്പെട്ടവർ പറയാണ്, സ്വർഗത്തിലേക്ക് മുസ്ലിമീങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ടവരാണ്, ഫക്കീറന്മാരാണ് സമ്പന്നർക്ക് മുന്നേ കടന്നു ചെല്ലുന്നത് ബിമിഖ്ദാരി നിസ്ഫി യൗമിൻ, ഒരു 1/2 ദിവസത്തിൻ്റെ കണക്ക് എന്ന രീതിയിൽ. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, ഒമാ നിസ്ഫിയവും, എന്താണ് ഈ നിസ്ഫിയവും എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ 1/2 ദിവസത്തിൻ്റെ കണക്ക്? ഖാല, ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അവമാ തഖറഉൽ ഖുർആന, നീ ഖുർആൻ പാരായണം ചെയ്യാറില്ലേ? ഖുൽതു, ഞാൻ പറഞ്ഞു, ബലാതെ, ഞാൻ പാരായണം ചെയ്യാറുണ്ട്. ഖാല, ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓതിക്കൊടുക്കാണ്, വഇൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ വഇന്ന യൗമൻ ഇൻദ റബ്ബിക, നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കലുള്ള ഒരു ദിവസം എന്നത് കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന 1000 വർഷത്തെ പോലെയാണ് എന്ന്
ബഹുമാനപ്പെട്ടവർ ആ ആയത്ത് വിശദീകരിച്ച് ഓതി കൊടുക്കുകയാണ്. ഇനി 1000 എന്നല്ല 50,000 എന്നും ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തഅറുജുൽ മലായികത്തു വറൂഹു ഇലൈഹി ഫീ യൗമിൻ കാന മിഖ്ദാറുഹു, അന്നത്തെ ആ ഒരു കണക്ക് എന്നത് 50,000 സന, 50,000 വർഷം. ആ ഒരു യൗം എന്നതിൻ്റെ കണക്ക് 50,000 വർഷത്തിനോട് തുല്യമായതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇത്തരത്തിൽ ആ ഒരു 6 പീരിയഡ്സ് എന്നത് വളരെയധികം അതിനോട് യോജിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്. ഖുർആനുള്ള ഒരു പ്രാമുഖ്യത എന്നത് വളരെയധികം വ്യത്യസ്തമാണ്. അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി റഹിമഹുല്ലയും ഇതേ രീതിയിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. വൽ ഫഖീഹിയു, ഒരു ഫഖീഹിയായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് യസ്തംബിതു മിൻഹുൽ അഹ്കാമ, ആ ഖുർആനിൽ നിന്നാണ് ഹുക്മുകൾ അദ്ദേഹം എടുക്കുന്നത്. വയസ്തഖ്രിജു മിൻഹു അൽ ഹലാല വൽ ഹറാമ, ഹറാമിനെയും ഹലാലിനെയും അദ്ദേഹം വേർതിരിച്ചെടുക്കുന്നത് ഖുർആനിൽ നിന്നാണ്. എന്നാൽ വന്നഹ്വിയു, ഒരു വ്യാകരണ ശാസ്ത്ര പണ്ഡിതൻ എന്ന് പറയുന്നത് അദ്ദേഹവും ഇതേപോലെ തന്നെയാണ്. ഖുർആനിൽ നിന്നാണ് മറ്റു പല മസ്അലകളും, ഖുർആനിൽ നിന്നാണ് ഇഅ്റാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തിരിച്ച് മനസ്സിലാക്കിയെടുക്കുന്നത് എന്ന് മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ല തൻ്റെ ഇത്ഖാൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഖുർആനുമായി ബന്ധപ്പെട്ട ക്രോഡീകരണവും ഖുർആനിലുള്ള ചില ശാസ്ത്ര വിഷയങ്ങളും മാത്രമാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. ഇനിയും ഒരുപാട് ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ഹ്യൂമൻ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തുടങ്ങി പല വിഷയങ്ങളും ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയും ഒരുപാട് വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം അള്ളാഹു നൽകട്ടെ. അള്ളാഹു നമ്മേവരെയും സ്വർഗ്ഗപ്പൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദുആവസിയത്തോടുകൂടി വാഖിറു ദഅ്വാതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.